ഹായ് ഡിയേഴ്സ്, ഇന്ന് അധികം ഓയിലി അല്ലാത്ത കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സവോള, ഇഞ്ചി, പച്ചമുളക് അത് ഒന്ന് ചെറുതായി വഴറ്റിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ബാറ്റർ. പിന്നെ റസ്കിൻ്റെ പൗഡർ അത് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ട് കയ്യിൽ വെച്ച് ഷേപ്പാക്കിയാൽ മതി. ഞാൻ മറ്റേ ഓവലായിട്ടുള്ള ഒരു ഷേപ്പല്ല കേട്ടോ ഉണ്ടാക്കാറ്. എനിക്ക് ഈ ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാലാണ് ഒന്ന് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. പിന്നെ കയ്യിൽ ചെറുതായിട്ട് ഒന്ന് ഓയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും കേട്ടോ. അത് എന്നിട്ട് നമ്മുടെ മുട്ടയിൽ ആദ്യം തന്നെ മുക്കുക. അതിന് ശേഷം ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ആ റസ്ക് പൗഡറിൽ മുക്കിയിട്ട് വേവിച്ചെടുക്കണം. അധികം ഓയിൽ ആക്കാണ്ടാണ് കേട്ടോ ഞാൻ വേവിക്കാറ്. അതായത് ഈ കട്ട്ലറ്റ് മുങ്ങിക്കിടന്ന് വേവണ രീതിയിൽ അല്ല ആക്കാറ്. അല്ലാണ്ട് തന്നെ ആ പാൻ്റെ അടിയിൽ മാത്രം ഒന്ന് ഓയിൽ കുറച്ചാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ നല്ല കട്ട്ലറ്റ് ആയി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഓയിലും അല്ല. അത് നമുക്ക് ഓയിൽ എപ്പോഴും കുറച്ച് ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത്. എന്നിട്ട് പിന്നെ ഓരോ ഭാഗവും വേവണതിനനുസരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാറുണ്ട് കേട്ടോ ഇത്. അങ്ങനെ അധികം ഓയിലല്ലാത്ത കട്ട്ലറ്റ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.